എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പൂരത്തിൻ്റെ വീഡിയോ അല്ല, ഞാൻ പുതിയൊരു തരത്തിലുള്ള വീഡിയോ തുടങ്ങിയാലോ എന്ന് ആലോചിക്കുകയാണ്. ഒരു ട്രാവൽ സീരീസ്, ഓൾ കേരള ട്രാവൽ ചെയ്ത് ഒരു ട്രാവൽ വ്ളോഗ് പോലെ ഒന്ന് തുടങ്ങിയാലോ എന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുള്ള അതിരപ്പള്ളിയിലേക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ചാലക്കുടി പുഴ, അതിരപ്പള്ളിയിൽ നിന്ന് വരുന്ന ചാലക്കുടി പുഴ നല്ല രീതിയിൽ ഒഴുകുന്നുണ്ട്. ഒരു പ്ലാന്റേഷൻ്റെ അകത്താണ് നിൽക്കുന്നത്. പ്ലാന്റേഷൻ്റെ അകത്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറി പോകുന്നില്ല, വഴിവെക്കി തന്നെ. ഇവിടെ അങ്ങനെ വന്യമൃഗങ്ങൾ അധികം വരുന്ന സ്ഥലമല്ല, എങ്കിലും കുറച്ചൊക്കെ വരുന്ന സ്ഥലമാണ്. ഇവിടെയൊക്കെ മേഞ്ഞിട്ട് പോയതുണ്ട് കാട്ടാനകൾ വന്നിട്ട്. ഇവിടെ വേറൊരു മരം വീണെടുക്കുന്നുണ്ട്. എന്നിട്ട് പറയാം, പാം ഓയിൽ ഉണ്ടാക്കുന്ന ഒരു ആണിത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു തോട്ടാണ്. കുറേ എണ്ണപ്പന ഇങ്ങനെ വളർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറേ ആനകളുണ്ട്. അപ്പോൾ എണ്ണപ്പനകൾ തിന്നാൻ വേണ്ടിയിട്ട് ആനകൾ വരും. നമ്മുടെ നാട്ടിലൊക്കെ ആനകൾ പനമ്പട്ട തിന്നുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എണ്ണപ്പനയുടെ പട്ടയല്ല, എണ്ണപ്പനയുടെ തണ്ട്, അതായത് ആ ഒരു ഇതില്ലേ, എന്താ തടി, അതാണ് ആന കഴിക്കുന്നത്. ഒരു 2-3 ആന വന്നിട്ട് പന അങ്ങനെ കുത്തിമറിച്ചിടും. കുത്തിമറിച്ചിട്ടതിൻ്റെ ശേഷം അവരതിൻ്റെ തടി അങ്ങോട്ട് കഴിച്ചിട്ട് പോകും. പിന്നെ ഇലകളൊക്കെ കഴിക്കും. അതാണ് ഇവിടുത്തെ ആനകളുടെ രീതി. ഇവിടെയാണ് കുറേ ആനകളുണ്ട്, കുറേ എണ്ണപ്പനകളും ഉണ്ട്. അപ്പോൾ നേരത്തെ വരുന്ന സമയത്ത് തന്നെ ഞാനൊരു എണ്ണപ്പന കണ്ടു. അത് 2 ദിവസം മുന്നേ അവർ മറിച്ചിട്ട് കഴിച്ചതാണെന്ന് തോന്നുന്നു. കാരണം അതിൻ്റെ ഇലകളൊക്കെ കുറച്ചൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇതിന് മുമ്പ് ഒരിക്കൽ ഞാനിവിടെ വന്നപ്പോൾ ഒരു എണ്ണപ്പന തട്ടിമറിച്ചിട്ടിരിക്കുന്നു. ആന തിന്നാൻ തുടങ്ങിയിട്ടില്ല. ഏകദേശം ഒരു 4 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ആനകളൊക്കെ വന്നിട്ട് തിന്നാൻ തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു ഏകദേശം ഉച്ച 2 മണിയൊക്കെയാണ്. എന്തായാലും ഈ ഒരു നേരത്തെ ആന ഇവിടെ വരാൻ ചാൻസ് ഇല്ല. എന്തായാലും ഒരു 3 മണി 4 മണിയൊക്കെ കഴിഞ്ഞ് ചൂടൊന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ആനകൾ വരും. അപ്പോൾ നമുക്ക് ആനകളെ കാണാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെറ്റിലപ്പാറ പാലാണ്. ചാലക്കുടി പുഴേനെ മുറിച്ച് ഉള്ള ഒരു പാലാണിത്. ഇതിൻ്റെ ഇടത് വശത്തേക്ക് കൂടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്കമാലിക്ക് പോകാനുള്ള ഒരു വഴിയും കൂടി ഉണ്ട്. വലത്ത് വശത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഏഴാറ്റുമുഖം വഴി വേറെ സ്ഥലത്തേക്ക് പോകാനും കൂടിയും പറ്റും. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നിരവധി ആനകൾ സ്ഥിരമായിട്ട് തമ്പടിച്ച് നിൽക്കുന്ന സ്ഥലം കൂടിയാണ്. ഇവിടെ ഇഷ്ടംപോലെ ഒരു എണ്ണപ്പന തോട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ എണ്ണപ്പന തിന്നുന്നത് ആനയുടെ ഒരു പ്രത്യേകതയാണ്. ഇവിടെയുള്ള ആനകൾക്ക് എണ്ണപ്പന ഭയങ്കര ഇഷ്ടമാണ്. എണ്ണപ്പന കുത്തിമറിച്ചിടുന്നു, എന്നിട്ട് ആനകൾ അതിൻ്റെ തടി തിന്നുന്നു. അതിൻ്റെ ഇലയും തിന്നും, തടിയും തിന്നും. അപ്പോൾ കൂടുതലും ആനകൾ ഇവിടെ തന്നെ തമ്പടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആനകളെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. ഉച്ചനേരമായ കാരണം ചിലപ്പോഴൊക്കെയാണ് ആനകൾ ഉണ്ടാവുള്ളൂ. അവർ ചിലപ്പോൾ അങ്ങോട്ട് കയറി പോകും, അല്ലെങ്കിൽ ഏതെങ്കിലും തണൽ കാണുന്ന ഭാഗത്ത് കയറിയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ചാലക്കുടി പുഴയിൽ തന്നെ ഓരോ തുരുത്തുകൾ പോലെ ഉണ്ടാവുമല്ലോ. അതായത് നമ്മൾ ചാലക്കുടി പുഴയുടെ ഇങ്ങേ അറ്റത്ത് വെള്ളത്തിൽ നിന്ന് കളിക്കും. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കുറച്ച് മരങ്ങളൊക്കെ കൂടി നിൽക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ, അങ്ങനെ തുരുത്ത് പോലെ. അതിൻ്റെ ഉള്ളിലൊക്കെ ഈ ആനകൾ കയറി നിൽക്കുന്നുണ്ടാവും. ചൂടായ കാരണം ആ ചൂടൊന്നും ആറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മെല്ലെ ഇറങ്ങിയിട്ട് വെള്ളത്തിലിറങ്ങി കളിക്കുന്നതും കുളിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് പോയി വരുമ്പോഴേക്കും അവിടെ അതേപോലെ തന്നെ 2-3 ആനകൾ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ വരുമ്പോൾ ഒരു കാഴ്ച കണ്ടപ്പോൾ നിർത്തിയതാണ്. നിങ്ങളിത് കണ്ടോ? അതായത് ഒരു പനയുടെ പകുതി പൊട്ടിച്ചിട്ടിരിക്കുന്നു. അവിടെ പനയുടെ കുരല ആ സംഭവങ്ങളൊക്കെ ഉണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ആന തിന്നിട്ട് പോയിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ നല്ല ആനയുടെ ചൂരുണ്ട്. ഇവിടെ അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാവും. ഇത് കണ്ടിട്ട് അധികം ദിവസങ്ങളായിട്ടില്ല. ഇന്നലെ അങ്ങോട്ടാണ് ഇത് പൊളിച്ചിട്ടെന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞത് എണ്ണപ്പനത്തോട്ടം എന്നാണ് പറയുക. ഇവിടെ സ്ഥിരമായിട്ട് ആനകൾ വരുന്നതാണ്. കണ്ടോ, ആനകൾ വന്ന് മേഞ്ഞ് പോയ സ്ഥലമാണ് കേട്ടോ. ദൈവമേ നോക്കൂ, അതിൻ്റെ ആ ഒരു സാധനം, ആ ഒരു ചോറ് മുഴുവനും തടി മുഴുവനും ആന തിന്ന് വസൂലാക്കി. വേറെ ആ ഒരു കോല് മാത്രം. പിന്നെ അതും ഇലകളൊക്കെ ഭക്ഷിച്ചിരിക്കുന്നു. ആനപ്പിണ്ടങ്ങളൊക്കെ ഇവിടെ കുറേ ഉണ്ട്. 2-3 ആന ഉണ്ടാവും. എന്തായാലും നമുക്ക് ഏഴാറ്റുമുഖം ഭാഗത്തേക്ക് യാത്ര തുടരാം. ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു പേടിയൊക്കെ കയറി വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ആന ഇങ്ങനെ വിധിച്ചിട്ട് പോയ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ, ആനപ്പിണ്ടി കാണുമ്പോൾ. പക്ഷേ ഫ്രഷ് ആയിട്ടുള്ള ആനപ്പിണ്ടി, പുതിയ ആനയുടെ മണോ അങ്ങനെ ഒന്നും നമുക്ക് അനുഭവപ്പെടുന്നില്ല. ഫ്രഷ് ആയിട്ടുള്ള ആനപ്പിണ്ടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാനില്ല. അവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മുങ്ങുക എന്ന് മാത്രമേ നിവൃത്തിയുള്ളൂ. ഇങ്ങനെ വിജനമായ
സ്ഥലത്ത് കൂടി പോകുമ്പോൾ ചെറുതായിട്ട് പേടി തോന്നാതില്ല. പക്ഷെ ആരും ഇല്ലാത്ത കാരണമാണ്. പക്ഷെ എതിരെ നമ്മുടെ പിന്നിലൊക്കെ ആയിട്ട് കുറേ വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഒരാൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ അങ്ങനെയൊന്നുമില്ല. അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ ആന കണ്ടുവന്നോ അല്ലെങ്കിൽ ആന ഇല്ല അങ്ങനെ ഒന്നും പറയുന്നില്ല. പിന്നെ വരുന്നവരെല്ലാവരും കാറിലാണ് വരുന്നത്, VIP-കളാണ്. പിന്നെ അത് മാത്രമല്ല, കപ്പിൾസ് കുറേ പേര് വരുന്നുണ്ട്. ഇപ്പോൾ വിജനമായ സ്ഥലമായ കാരണം വലിയ വണ്ടികളൊക്കെ കാറുകളൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്ത് കിടക്കുന്നത് കാണാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ടാവും. നമ്മൾ പിന്നെ അത് എത്തിച്ചു നോക്കാനൊന്നും പോകണ്ട, അവരായി അവരുടെ പാടായി. പിന്നെ നല്ല വെയിലുള്ള നേരത്താണെങ്കിൽ ആനകളൊന്നും വരില്ലല്ലോ. ആനകളെ പേടിച്ചിട്ട് മറ്റുള്ള ആൾക്കാരും വരില്ല, ഇവിടെ ആനയും വരില്ല. അപ്പോൾ മൊത്തത്തിൽ വിജനമായ ഒരു സ്ഥലം, ആർക്കും എന്ത് വേണമെങ്കിലും ആവാം എന്നുള്ള ധാരണകളും എല്ലാവർക്കും ഉണ്ടായിരിക്കും. നമ്മൾ ഏതൊരു സ്ഥലത്ത് നിന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് സൈറ്റിൽ നിന്ന് കിട്ടുന്നത് നമ്മുടെ കുരങ്ങിൻ്റെ ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് 2 കുരങ്ങുകളും കാണാൻ പറ്റി. ഇവിടെ ഒരെണ്ണമുണ്ട്, അവിടെ ഒരെണ്ണമുണ്ട്. 2 കേട്ടോ, കുരങ്ങൻ കൂട്ടം തന്നെയുണ്ട്. സമയം ഉച്ച സമയമാണ്, അത്യാവശ്യം നല്ല ചൂടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. അതാ ഇവിടെ അത്യാവശ്യം എണ്ണപ്പനകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവിടെ 2-3 വണ്ടികളൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട്. വണ്ടി സ്റ്റോപ്പിൽ നിർത്തിയിരിക്കുകയാണ്. എന്തോ കണ്ടിട്ടാണോ അറിയില്ല. ഇനി കുരങ്ങനെയാണോ ആനയെ ആണോ. ഏഴാറ്റുമുഖം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ആ വഴിയിലാണ് ഞാനിവിടെ ഒരു ക്വാർട്ടേഴ്സൊക്കെ കണ്ടത്. ഇവിടെ ഒരു കുരിശും കണ്ടു, അപ്പുറത്ത് വേറൊരു ക്വാർട്ടേഴ്സും കണ്ടു. ഇവിടെയൊക്കെ ജനതാമസം ഉള്ള ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ ഒരു സംഭവം കണ്ടോ, സോളാർ വേലികൾ, കറണ്ടിൻ്റെ ആനകൾ മൃഗങ്ങൾ അങ്ങോട്ട് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. മിക്കവാറും ആനകൾ കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇത്ര ഉയരത്തിലൊക്കെ കെട്ടിയിട്ടുണ്ടായിരിക്കുക. ആനകൾ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലമാണ്. ഏഴാറ്റുമുഖം ഗണപതിയും വരുന്ന ഒരു സ്ഥലമാണ്. ഇതാണ് എണ്ണപ്പനത്തോട്ടങ്ങൾ. വളരെ വിശാലമായ രീതിയിൽ എണ്ണപ്പനത്തോട്ടം ഇങ്ങനെ നിവർന്ന് കിടക്കുകയാണ്. ഈ ഏഴാറ്റുമുഖം അതേപോലെ തന്നെ അവിടുത്തെ കുറച്ച് നല്ല ഗ്രാമം അങ്ങനെ എന്തോ ഒരു പദ്ധതികളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് അത് അവിടെയാണ് നടക്കുന്നത്. ഇതുവരെ റോഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡായിരുന്നു. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നല്ല റോഡാണ്. മുരിങ്ങൂർ ഏഴാറ്റുമുഖം റോഡ്. പണ്ട് ഞാൻ ഈ വഴി വന്നപ്പോൾ ഇവിടെ ആന ഇവിടെ എണ്ണപ്പന തിന്നുന്നത് ഞാൻ കണ്ടായിരുന്നു. എന്തായാലും ആ വശത്തേക്കൊന്ന് പോയി നോക്കി നോക്കാം. ആനനെ മാത്രമല്ല കേട്ടോ, ഞാനിവിടെ നമ്മുടെ മലമുഴക്കി വേഴാമ്പലിനും കൂടി കണ്ടിട്ടുണ്ടായിരുന്നു. അതൊരു കാഴ്ചയായിരുന്നു. പക്ഷെ നമുക്ക് പെട്ടെന്നുള്ളൊരു കാഴ്ചയായ കാരണം വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. പണ്ട് അത് ഈ ഭാഗത്തായിട്ടായിരുന്നു ഞാൻ ആനേനെ കണ്ടത്. ഞാനത് വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഏഴാറ്റുമുഖത്ത് നിന്ന് അതിരപ്പള്ളിയിലേക്ക് പോകുന്ന വഴി മനോഹരമായ എണ്ണപ്പനത്തോട്ടം കണ്ടുവരികയായിരുന്നു. അപ്പോഴാണ് വേറൊരു കാഴ്ച കണ്ടത്. ഇവിടെ ആനകളൊക്കെ വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ വേറൊരു തെളിവാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു എണ്ണപ്പന കണ്ടോ, എണ്ണപ്പനയുടെ അവസാന ഭാഗത്തെ ഇലകളൊക്കെ അതൊക്കെ ഇങ്ങനെ വലിച്ചു പറിച്ചിട്ടിരിക്കുന്നു. എന്നിട്ട് അതിൻ്റെ ഇലകളൊക്കെ ഓരോ അല്ലികളൊക്കെ ആയിട്ട് വലിച്ചു പറിച്ച് തിന്നിരിക്കുന്നു. സാധാരണ ആന എണ്ണപ്പനയുടെ ഈ തടിയാണ് തിന്നുന്നത്. ഈ ഒരു മരത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു തടി കിട്ടാൻ ചാൻസ് ഇല്ലാത്ത കാരണം തോന്നുന്നു ഇലകെങ്കിൽ ഇല അത് വലിച്ചു പറിച്ച് കഴിച്ചിട്ട് പോയിരിക്കുന്നത്. ഇവിടെ ആനകളുടെ കാൽപാദത്തിൻ്റെ ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. വലിയ വലിയ കുഴികളാണ് കാണുന്നത്. അപ്പോൾ വലിയ ആനകൾ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കാം. എന്തായാലും ഈ ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ ആന ഉണ്ടായിരിക്കണം. എന്തായാലും വെയിൽ ആറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആന വരുള്ളൂ. വെയിൽ ആറി കഴിഞ്ഞ് ഞാനിവിടെ നിൽക്കില്ല. ഇങ്ങനെ കുരങ്ങനൊക്കെ കാണാൻ നല്ല മനോഹരമാണ് കേട്ടോ. ഇവിടെ നിന്ന് കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറേ കുരങ്ങുകളെ കാണാം. വിശന്നിട്ട് പാവം ഇല കഴിക്കണം കേട്ടോ പറിച്ചിട്ട്. ഉണ്ടോ ആ ഇലകളൊക്കെ ഇങ്ങനെ പറിച്ച് തിന്നുന്നു. ഞാൻ നോക്കുമ്പോൾ ഈ കുരങ്ങ് 2 കൈയും ഉയർത്തിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു, മനുഷ്യന്മാർ നിൽക്കുന്ന പോലെ. അയ്യോ, ഇത് കടിച്ചു പറിച്ചിട്ട് എൻ്റെ തലക്ക് പൊളിഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനെ നേരെ ഏഴാറ്റുമുഖം ഭാഗത്തുനിന്ന് അതിരപ്പള്ളി ഭാഗത്തേക്ക് വീണ്ടും പോവാം. അവിടെ ഇനി ഏതെങ്കിലും ആനകൾ വന്നിട്ടുണ്ടോ എന്നറിയില്ലല്ലോ. ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മുടെ ഇടത് സൈഡിലായിട്ടാണ് ചാലക്കുടി പുഴ നമുക്ക് കാണാൻ സാധിക്കുക. ചാലക്കുടി പുഴയിലേക്ക് നോക്കി നമ്മൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിട്ടിടിക്കും. നമുക്ക് റോട്ടിക്ക് നല്ല ശ്രദ്ധ കൊടുത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്.
എങ്കിലും അവിടെ നിന്ന് ചാലക്കുടി പുഴയിലേക്ക് പോയി നോക്കി പോകുന്നതും ഒരു രസകരമായ ഒരു കാര്യം തന്നെയാണ്. നല്ലൊരു വൈബാണ് അവിടെ. തിരിച്ച് വന്ന് വെറ്റിലപ്പാറ പാലത്തിൻ്റെ അടിവശത്തേക്കാണ് ഞാൻ വരുന്നത്. ഇവിടെ പാലത്തിൻ്റെ അടിയിൽ നല്ല രീതിയിൽ ചവിട്ടുപടികളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് കുറച്ച് നേരം തണലത്ത് വിശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് വിശ്രമിക്കാം. അതേപോലെ തന്നെ പാലത്തിൻ്റെ അടിയിൽ പോയിട്ട് കുളിക്കാനൊക്കെ നമുക്ക് സാധിക്കും. ഒഴുക്കിപ്പെടാതെ നോക്കണം, ശ്രദ്ധ. ഇവിടെ വാട്ടർ ലെവൽ നോക്കാനുള്ള ഒരു അളവുകോലൊക്കെ വെച്ചിട്ടുണ്ട്. ശ്രീ അയ്യപ്പ നവഗ്രഹ ക്ഷേത്രം വെറ്റിലപ്പാറ. ഇവിടെ അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. അയ്യപ്പ ക്ഷേത്രമാണ്. ഒരു ബസ് കിടക്കുന്നുണ്ടോ, ചക്കന്തറ, ചാലക്കുടി ടു വെറ്റിലപ്പാറ പോകുന്ന ബസ്സാണ്. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ട്, ബസ് റൂട്ടൊക്കെ വരുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഒരു വീടൊക്കെ വെച്ച് താമസിക്കാം. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ ആനകളൊക്കെ വരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ആനകളുടെ ആക്രമണമൊക്കെ ഉണ്ടായിരിക്കും. ഇവിടെ കിഫ്ബിൽ നിന്ന് പൈസ ഒക്കെ എടുത്തിട്ട് ജല അതോറിറ്റി ഒരു എന്താ പറയുക പമ്പ് ഹൗസൊക്കെ പണിതിട്ടുണ്ട്, വഞ്ചിക്കടവ്. എന്നെ കണ്ടപ്പോഴൊന്നും 2 പേര് ഇവിടെ മീൻ പിടിക്കാൻ വന്നതാണ് ചൂണ്ടിട്ട്. അവരൊക്കെ പോകുന്നുണ്ട്. ഇവിടെ കാട്ടാനകളൊക്കെ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങനെ എണ്ണപ്പനകളൊക്കെ ഇങ്ങനെ മുറിച്ചിട്ടിരിക്കുന്ന ബ്ലേഡ് വെച്ചിട്ട് മുറിച്ചിട്ടായിരിക്കും ഇവരുടെ ആവശ്യത്തിന്. പക്ഷേ അതൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ് നിൽക്കുന്നത് കണ്ടോ. ഇതൊക്കെ ആനകൾ തിന്നേണ്ട അവശിഷ്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. ചെറിയൊരു ക്ഷേത്രമാണ്, പോകുന്ന വഴിക്ക് തന്നെയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നറിയില്ല, ആ ഒരു ഭാഗത്ത് കുറച്ച് തെളിച്ചം പോലെ ഇല്ലേ, കുറേ വെട്ടിവെടുപ്പാക്കിയിട്ട് അവിടെ എണ്ണപ്പനകൾ കുറേ വീണ് കിടക്കുന്നുണ്ട്. ഇതെല്ലാം ഇവിടെ ഇലക്ട്രിക്കിൻ്റെ ആ ഒരു വേലി നിർമ്മിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ എണ്ണപ്പനകളൊക്കെ അവർ മുറിച്ചിട്ടിരിക്കുന്ന കാരണം ആനകൾ ഇവിടെ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. വൈകുന്നേരങ്ങളിൽ ഇവിടെ നിന്ന് ആനകളെ കാണാം. ഇപ്പം ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നില്ല, അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു തിരിവ് തിരിഞ്ഞപ്പോൾ തന്നെ വേറൊരു സ്ഥലത്തേക്ക് എത്തി. അവിടെ ആൾക്കാരൊക്കെ പുഴയിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ നോക്കിയതാണ്, അവിടെ വെള്ളത്തിൽ കളിക്കുന്ന ആനകളേനെയും കരയിൽ കളിക്കുന്ന ആനകളേനെയും കാണാൻ സാധിച്ചു. 2-3 ആനകൾ അവിടെ കരയിൽ നിൽക്കുന്നുണ്ട്. ഒരാന അവിടെ പ്ലാവ് ഉന്തി മറിച്ചിട്ട് കുലുക്കിയിട്ട് അതിന് പിന്നെ ചക്ക തിന്നാൻ നോക്കുന്നുണ്ട്. അത് ചക്കക്കൊമ്പനാണെന്നാണ് ആൾക്കാർ പറയുന്നത്. പിന്നെ ഒറ്റക്കൊമ്പനാന അവിടെ ഉണ്ട്. ഒറ്റക്കൊമ്പനാന ഉള്ള കാരണമാണ് ഇത്രയും ആനകളൊക്കെ അവിടെ വന്ന് എന്നും പറയുന്നുണ്ട്. ഇവിടെ ഒരു സ്റ്റാൻഡിൻ്റെ മീതെ ക്യാമറ ഒക്കെ വെച്ചിട്ട് ഒരു ചേട്ടൻ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇവിടുത്തെ ആൾക്കാരുടെ സ്ഥിരം പരിപാടി ഇതാണെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് കാട്ടാനകളുടെ വീഡിയോ എടുക്കുന്നു, അതെല്ലാം എടുത്തിട്ട് റീൽസ് ആക്കിയിട്ടും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുന്നു. അതൊരു നല്ലൊരു കാര്യമാണ്. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ കൂടി വന്നപ്പോൾ തന്നെ ഫോറസ്റ്റുകാർ വന്നിട്ടുണ്ടായിരുന്നു. അവർ ആൾക്കാരിനെ ഒഴിപ്പിക്കാൻ തുടങ്ങി. ഏകദേശം 1 മണിക്കൂറോളമായി ഈ കലാപരിപാടി തുടങ്ങിയിട്ട്. അതിരപ്പള്ളിക്ക് പോകുന്ന ആൾക്കാരും പോയി വരുന്ന ആൾക്കാരും ആനകൾ ഇവിടെ ഉണ്ട് എന്നറിഞ്ഞിട്ട് ആൾക്കൂട്ടം കണ്ട് അവിടെ നിന്ന് അവരും കൂടി ഇറങ്ങുന്നു. അപ്പോൾ റോഡ് നല്ല രീതിയിൽ ബ്ലോക്കായി വരുന്നുണ്ടായിരുന്നു. ഈ സ്കൂളിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് അതിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ. പോലീസുകാർക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് വലിയ ദൂരമൊന്നുമില്ല. ഫോറസ്റ്റുകാർ ഇൻഫർമേഷൻ കിട്ടിയ അപ്പോൾ തന്നെ അവരുടെ വണ്ടി എടുത്തിട്ട് വന്നു. പിന്നെ ഫോറസ്റ്റുകാർക്ക് യൂണിഫോമൊന്നും ഇല്ലാത്ത കാരണം അവിടെ ആ തോട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാരിനെ ചീത്ത പറയുമ്പോൾ അവർക്കൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അവർ വന്ന് പറഞ്ഞതിന് ശേഷമാണ് ആൾക്കാർ കയറിപ്പോയത്. ഒരു 5-6 ആനകൾ കുളിക്കുന്നുണ്ട്. ഒരാണെന്ന് നോക്കിയാൽ മണ്ണ് മേത്തേക്ക് വലിച്ചിടുന്നു, അവിടെ കുത്തുന്നു. 2 ആനകൾ വെള്ളത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്നു. ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് നമ്മുടെ വെറ്റിലപ്പാറ GHS സ്കൂളിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. ഇവിടെ വണ്ടികളൊക്കെ കുറച്ചൊക്കെ വരുന്നുണ്ട്. പോലീസുകാർ വന്നിട്ട് നമ്മളോട് പോകാനൊക്കെ പറയുന്നുണ്ട്. ഫോറസ്റ്റുകാർ വന്നിട്ട് വേറൊരു ചേട്ടൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അവരോടൊക്കെ പോകാൻ പറഞ്ഞു. കണ്ടോ, നല്ല അടിപൊളി ഷോട്ടാണ് അവിടെ നിന്നിട്ട്. ആന ഇപ്പോൾ ഓപ്പണായിട്ട് അങ്ങനെ നിൽക്കുന്നു, വേറൊരു ഇതിൻ്റെ എന്താ പറയുക ഇലകളോ മരങ്ങളോ മറവൊന്നും ഇല്ലാതെ. നല്ല സൂം ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ക്യാമറ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി വിഷ്വൽ കിട്ടാനാണ്. പക്ഷേ ഫോറസ്റ്റുകാർ സമ്മതിക്കില്ല. ഓൾ കേരള ട്രിപ്പ് തുടങ്ങിയിട്ട് ഫസ്റ്റ് ഡേ തന്നെ ഇങ്ങനത്തെ നല്ലൊരു സൈറ്റ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരോടും പോകാനൊക്കെ പറയുന്നത്. ഇവിടെ നിർത്താൻ സമ്മതിക്കുന്നൊന്നുമില്ല. ആനിപ്പോഴും ഒരെണ്ണം അവിടെ നിൽക്കുന്നുണ്ട്, 2 വെള്ളത്തിലേക്ക് എടുക്കുന്നുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് വന്ന് നോക്കാം, എന്തായാലും പെട്ടെന്നൊന്നും പോവില്ല.
ഇതാണ് വെറ്റിലപ്പാറ സ്കൂള്. ഈ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ഒരു ഭാഗ്യമാണ്. അതിൻ്റെ മുന്നിൽ തന്നെ ആനനെ കാണാമല്ലോ. അതിരപ്പള്ളി വാഴച്ചാൽ ആണ് ഈ കാണുന്നത്. അല്ല, അതിരപ്പള്ളി വെള്ളച്ചാട്ടം ദൂരെ നിന്നിട്ടുള്ളൊരു വ്യൂ. പോകുന്ന വഴിക്ക് തന്നെ വേറൊരു വ്യൂ പോയിൻറ്റിൽ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ നല്ല അസല് വ്യൂ പോയിൻ്റ് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് യാത്ര ചെയ്യാനാണെങ്കിൽ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും താഴ്ഭാഗം അടിവശത്തേക്ക് എത്തിയിട്ട് വെള്ളച്ചാട്ടം ആസ്വദിക്കാനൊക്കെ സാധിക്കും. അതിൽ ഇടത് ഭാഗത്ത് കാണുന്ന ഒരു വെള്ളച്ചാട്ടം വരുന്നുണ്ടല്ലോ, അതിൻ്റെ അടുത്തേക്കാണ് പ്രവേശനം ഉള്ളത്. ആ വലത് ഭാഗത്ത് കാണുന്ന 2 വെള്ളച്ചാട്ടം ഒരുമിച്ചുണ്ടല്ലോ, അവിടേക്ക് പ്രവേശനം അങ്ങനെ കിട്ടാറില്ല. അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഭാഗ്യം. പിന്നെ വെള്ളച്ചാട്ടത്തിൽ നമുക്ക് ഇറങ്ങി കുളിക്കാനോ അങ്ങനെയൊന്നും പറ്റില്ല, കാരണം നല്ല ഫോഴ്സിലാണ് വരിക. അതിരപ്പള്ളി വെള്ളച്ചാട്ടം എടുക്കാൻ കഴിയില്ല. അതിരപ്പള്ളി വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ട് നമുക്ക് ഏതാണ് വാഴച്ചാല്, ആ ഭാഗത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വെള്ളച്ചാട്ടം കാണാൻ വന്നവരുടെ വണ്ടികളൊക്കെ ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്ന സൈഡിലായിട്ട്. റോഡിലൊന്നും ഇറങ്ങില്ല, റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് അവർ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ ശരിക്കും പറയണമെങ്കിൽ കുരങ്ങന്മാരെ കൊണ്ട് ഭയങ്കര ശല്യമാണ് കേട്ടോ. ആ വണ്ടിയുടെ മീതെ ഒക്കെ കുരങ്ങൻ കയറിയിരിക്കുന്നു. ആ ചേട്ടൻ വണ്ടിയുടെ മീതെ കയറി കുരങ്ങനെ വടി കൊണ്ട് അടിച്ചു ഓടിക്കുകയാണ്. വടി കൊണ്ട് അടിക്കുന്നില്ല, ആക്ഷൻ കാട്ടുകയാണ്, അടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. വേറെ ഒന്നല്ല, ചിലപ്പോൾ കുരങ്ങ് ആ വണ്ടിയുടെ വൈപ്പറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകും. ഇവിടെ ഒരു കുരങ്ങച്ചിരിക്കുന്നുണ്ട്, നമുക്ക് ചെന്നിട്ട് ഫോട്ടോ എടുക്കാം. ഹായ്. അതിൻ്റെ പിന്നിലായിട്ട് കാണുന്ന അതിരപ്പള്ളി ചാലക്കുടി പുഴയാണ് അതിൻ്റെ പിന്നിൽ കൂടെ ഒഴുകിയിരിക്കുന്നത് നമ്മൾ കാണുന്നത്. ഇവിടെ കുറേ കുരങ്ങന്മാരുണ്ട് കേട്ടോ. ഇതേപോലെയാണ് നമ്മൾ നേരത്തെ ആനകളെ കണ്ടത്. ഭയങ്കര തിരക്കില്ല, ആൾക്ക് എന്തൊക്കെയോ ചൊറിയുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഒരു തള്ളച്ച് കുട്ടീനായിട്ട് പോകുന്നുണ്ടല്ലേ, ആളുടെ വയറിൽ ഒരു കുട്ടി കുരങ്ങും കൂടി കെട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട്. ഞാൻ ആദ്യം കണ്ട കുരങ്ങ് ഇവിടെ പാവം അങ്ങനെ ഇരിക്കുന്നുണ്ട്. കുരങ്ങൻ്റെ ഫോട്ടോ ഒക്കെ നല്ല അടിപൊളി കിട്ടി. ഇതൊക്കെ ഷട്ടർ സ്റ്റോക്കിലിടാം. ഷട്ടർ സ്റ്റോക്ക്. പണ്ട് പെണ്ണുങ്ങൾ തമ്മിൽ പേൻ നോക്കുന്ന, തലയിൽ നിന്ന് പേൻ നോക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതേപോലെയാണ് ആ കുരങ്ങച്ചും കാണിക്കുന്ന. നോക്കിയ ആ കുരങ്ങൻ്റെ ഭാര്യയും തോന്നുന്നു. അവരുടെ പുറത്തുള്ള ആ ഒരു ചെള്ള് സാധനങ്ങളൊക്കെ പറക്കിയെടുക്കുന്നു. പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ കുറേ പെണ്ണുങ്ങൾ ഇരുന്നിട്ട് തല നോക്കുന്നത് കണ്ടോ? അതേപോലെയാണ് ആ കുരങ്ങൻ്റെ ഭാര്യേനെ പുറത്ത് നോക്കി ഇങ്ങനെ കൊടുക്കുന്നത് ഉണ്ട്. അവർ അച്ഛനും മക്കളും അമ്മയും കുട്ടികളൊക്കെ കൂടിയിട്ട് കളിക്കുന്നുണ്ട് തോന്നുന്നു. സ്നേഹമുള്ള ഭർത്താവാട്ടാ. ഞാനിങ്ങോട്ട് വരുമ്പോഴേ കുറേ ബോർഡ് കണ്ടു. മദ്യപിക്കരുത്, മദ്യപിച്ച് ബോട്ടിലുകളൊന്നും ഇവിടെ ഇടരുത്, പ്ലാസ്റ്റിക് കുപ്പികളൊന്നും ഇടരുത് എന്ന് പറഞ്ഞിട്ട്. മദ്യപിക്കുകയാണെങ്കിൽ നിങ്ങൾ ബാറിൽ പോയിട്ട് മദ്യപിക്കണം, അല്ലാതെ ഇവിടെ വന്നിരുന്ന് മദ്യപിച്ച് അതിൻ്റെ കുപ്പികളൊന്നും ഇവിടെ ഇടരുത്. അതൊരു റിക്വസ്റ്റാണ്. എങ്ങാണ്ട് കാട്ടിലൂടെ വണ്ടികൾ വരുമ്പോൾ നല്ല ഭംഗിയില്ല കാണാൻ. നല്ല അടിപൊളി റോഡാണ് കേട്ടോ. നമ്മൾ ഒരുപാട് ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു റോഡും ഇതൊക്കെ. ഇവിടെ വണ്ടി നിർത്താൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ വണ്ടികളൊക്കെ നിർത്തിയിട്ട് പല ആൾക്കാരുടെ കുറച്ച് നേരം വിശ്രമിക്കുന്നൊക്കെ ഉണ്ട്. എനിവേ നല്ലൊരു കൂൾ ക്ലൈമറ്റാണ്. അതേപോലെ തന്നെ നല്ലൊരു മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആവണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ. ഏതൊരു ആൾക്കാരുടെ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോകും കുറച്ച് നേരത്തേക്ക്. അത്രയും നല്ല അടിപൊളി സ്ഥലങ്ങളാണ്, വിജനമായ സ്ഥലം, സ്വസ്ഥമായ യാത്ര. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിരപ്പള്ളിയിൽ നിന്ന് വാഴച്ചാലിലേക്ക് പോകുന്ന വഴിയിലാണെന്ന്. ആ വഴിയിലെ കുറച്ച് കാഴ്ചകളാണ്. ചാലക്കുടിപ്പുഴയാണ് ഈ പോകുന്നത്. ഇപ്പോൾ വെള്ളം കുറച്ച് കുറവാണെന്നുണ്ടെങ്കിലും കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. വെള്ളം പോകുന്ന ശബ്ദം നന്നായിട്ട് കേൾക്കുന്നുണ്ട്. ഇവിടെ നിന്ന് മുകളിലേക്ക് നോക്ക്, അതൊക്കെ പാറകളാണ് കേട്ടോ. പാറകളുടെ മീതി നല്ല രീതിയിൽ മരങ്ങളൊക്കെ വളർന്നു വരുന്നുണ്ട്. ഇവിടെയൊക്കെ ഈ ഇടത് സൈഡിൽ മുളങ്കാടുകളാണ്, ഫുള്ള് മുള. വെള്ളം നല്ല രീതിയിൽ വരുമ്പോൾ ഇങ്ങോട്ട് കയറിയൊക്കെ വരുമെന്ന് വിചാരിക്കുന്നു.
ഇവിടെ ഷോളയാർ ഡാമിൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കുമ്പോഴാണ് ഇവിടെ കൂടുതലും വെള്ളം വരുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. എനിവേ ഇനി മഴക്കാലത്ത് ഒന്നും കൂടിയും വരണം. മഴക്കാലത്ത് ഇഷ്ടംപോലെ തവണ വന്നിട്ടുണ്ട്, ഇനി ഒന്നും കൂടി വരണം. നിങ്ങളിപ്പോൾ ഈ കാണുന്ന സ്ഥലം കണ്ടോ, ഇതാണ് ചാർപ്പ വാട്ടർഫോൾസ് എന്ന് പറയുന്നത്. ഈ ചാർപ്പ വാട്ടർഫോൾസിൻ്റെ മുന്നിൽ ഇതേപോലെ ഒരു ആർച്ച് പോലൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണാവോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാനത് പറയാൻ കാരണം ഇവിടെ ആർക്കും പ്രവേശനം ഇല്ല എന്നുള്ളതാണ്. പെയിൻ്റ് അടിച്ച് കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്, പക്ഷെ ആർക്കും പ്രവേശനമില്ല. ഉദ്ഘാടനം കഴിയാത്തത് കൊണ്ടാവാം. ഇനി എന്തിനാണിത് പണി കഴിഞ്ഞിട്ട് ഉദ്ഘാടനം കഴിയാൻ വേണ്ടി കാത്തു നിൽക്കുന്നത്? വിനോദസഞ്ചാരികൾ വരികയാണെങ്കിൽ അവർ കയറിക്കോട്ടെ. അവിടെ എല്ലാ സ്ഥലങ്ങളും അടച്ചിട്ടിരിക്കുന്നുണ്ട്. ഇതും അവിടെ ഫ്രണ്ടിലും അടച്ചിട്ടിരിക്കുകയാണ്. ഇതിലെ ഏറ്റവും രസകരമായ കാര്യം ഇതിൽ വെള്ളമില്ല എന്നുള്ളതാണ്. ഈ ഒരു കുഞ്ഞെ നീർച്ചാൽ കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പൈസ കൊടുത്ത് ഇങ്ങനൊരു സാധനം ഉണ്ടാക്കിയത്. മഴക്കാലത്ത് കുറച്ച് ദിവസം, ഏകദേശം ഒരു 10 ദിവസം വെള്ളം ഉണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. മലക്കപ്പാറ പോകുന്ന ഒരു KSRTC ബസ്സാണ് ഈ കാണുന്നത്. ഈ KSRTC ബസ്സിൽ പോയാൽ മലക്കപ്പാറ വരെ എത്താം. ചാർപ്പ വാട്ടർഫാൾസ് വാഴച്ചാൽ ഡിവിഷൻ എഴുതിയ ബോർഡ് വരെ ചീത്തയായി തുടങ്ങി. എന്നിട്ട് ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല, ആളുകളെ തന്നെ കടത്തി വിടാനും തുടങ്ങിയിട്ടില്ല. നമ്മൾ പോകുന്ന വഴിയിലൊക്കെ ഈറ്റക്കാടുകളുണ്ട് കേട്ടോ. ഇതിൻ്റെ 2 സൈഡും ഈറ്റകളാണ് നിൽക്കുന്നത്. വാഴച്ചാൽ ഡിവിഷൻ എത്താറായിട്ടുണ്ട്. 2 സൈഡും ഈറ്റകളാണ് നിൽക്കുന്നത്. ആനകൾക്ക് ഇഷ്ടപ്പെട്ടൊരു മരമാണ് ഈറ്റ. പണ്ട് ഞാൻ വാഴച്ചാലിൽ നിന്ന് മലക്കപ്പാറ, വാൽപ്പാറ വഴി ഒരു ട്രിപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ട്രിപ്പിൻ്റെ ഇടയ്ക്ക് കണ്ടൊരു കാഴ്ചയാണ്, ഇങ്ങനെ ഈറ്റമരങ്ങളൊക്കെ നിൽക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ കാട്ടാനക്കൂട്ടം ഒളിച്ചു നിൽക്കുന്നു. പക്ഷേ റോട്ടിൽ കൂടെ പോകുന്ന ആൾക്കാരെ ആരും ഉപദ്രവിക്കുന്നൊന്നുമില്ല. അത് നല്ലൊരു കാര്യമാണ്. ഇവിടുത്തെ ആനക്കൂട്ടങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. കുറേ നേരം നിന്ന് വഴി മുടക്കി നിൽക്കും എന്ന് മാത്രമേ ഉള്ളൂ. ചില ആനകളാണ് വണ്ടികളൊക്കെ ആക്രമിക്കാറ് പതിവുള്ളത്, ഈ കബാലി പോലുള്ള ആനകൾ. അതിരപ്പള്ളിയിൽ നിന്ന് വാഴച്ചാലിലേക്ക് പോകുന്ന വഴി അതിമനോഹരമാണ്. അതിമനോഹരം എന്ന് പറഞ്ഞ പോരാ, വളരെയധികം മനോഹരമാണ്. ഒരു സൈഡ് നല്ല രീതിയിലുള്ള ഒരു കുന്ന് പോലെ, രണ്ടാമത്തെ സൈഡ് നല്ല കൊക്ക. ഇത്ര നേരം കൊക്കയായിരുന്നു, അത് മാറിപ്പോയി. ഇപ്പോൾ വാഴച്ചാലിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. വാഴച്ചാലിൽ നിന്ന് നേരെ പോകുന്നത് മലക്കപ്പാറയിലേക്കാണ്. ഞാൻ എൻ്റെ ബൈക്ക് അവിടെ പാർക്ക് ചെയ്ത് കുറച്ചൊന്ന് വീഡിയോ എടുക്കാമെന്ന് വെച്ചു. ഇതാണ് വാഴച്ചാൽ. ഇവിടെ നല്ലൊരു ലോറി കിടക്കുന്നു, നോക്കൂ. നല്ലൊരു രസമുണ്ടല്ലേ. അത്യാവശ്യം കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ. അവിടുത്തെ ഒരു മരം കണ്ട, എന്ത് വലിയ തടിയാണ്. ഉയരം അങ്ങനെ ചെറുതായിട്ടാണെങ്കിലും അതിൻ്റെ താഴ്ഭാഗം നല്ല രീതിയിൽ തടിയുള്ളൊരു മരമാണ്. വേരുകളൊക്കെ. കുരങ്ങന്മാരൊക്കെ ഇവിടെ ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ. വണ്ടിക്ക് കേടുപാടൊന്നും വരുത്താതിരുന്നാൽ മതി. ഇതാണ് ഇനി ഇവിടെ നിന്ന് മലക്കപ്പാറ പോകുന്ന ഒരു ചെക്ക് പോസ്റ്റ് കാര്യങ്ങളൊക്കെ. ഇവിടുന്ന് ഈ സാധനം തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പോവാം. ആ ലോറി സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ, എന്നിട്ട് പോകുന്നുണ്ടോ, നല്ല രസമുണ്ടല്ലോ പോകുന്നത് കാണാൻ തന്നെ. ഫുൾ ലോഡാണ്. ഇന്ന് പ്രൈവറ്റ് ബസ്സൊക്കെ പോകുന്നുണ്ട് കേട്ടോ. മാതാ ജെറ്റ്, പുളിയിലപ്പാറ, വാഴച്ചാൽ, അതിരപ്പള്ളി. പുളിയിലപ്പാറ വരെ പോകുന്ന വണ്ടിയാണത്, മലക്കപ്പാറ വരെ പോവില്ല. വെള്ളം കേട്ടോ, ചാർപ്പ വെള്ളച്ചാട്ടത്തിന് നല്ലൊരു വ്യൂ പോയിൻ്റ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടും. പക്ഷെ ഇവിടെ നിൽക്കണം എന്ന് മാത്രമല്ലോ. പക്ഷെ അത് തുറന്നു കൊടുക്കാതിരുന്ന് വളരെ മോശമായിപ്പോയി എന്നാണ് പറയുന്നത്. അതെപ്പോഴെങ്കിലും തുറന്നു കൊടുക്കണം. ചിലപ്പോൾ അടുത്ത മഴക്കാലത്തെ ആൾക്കാർ കുറേ വരുമല്ലോ, ആ വിനോദസഞ്ചാരികൾ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. വൈകുന്നേരം ആയതോടുകൂടി കുറേ വിസിറ്റേഴ്സ് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഇവരെല്ലാവരും അതിരപ്പള്ളി പോയി കഴിഞ്ഞ് വരുന്ന ആൾക്കാരാണ്. അതിരപ്പള്ളിയിൽ നിന്ന് വാൽപ്പാറ പോകുന്ന വഴി നമുക്ക് ഇങ്ങനെ കുറേ കാഴ്ചകൾ കാണാം. അതായത് ഇത് മുഴുവൻ പാറകളാണ്. ഇവിടെ മാത്രം പാറ പൊട്ടിച്ചെടുത്ത ഭാഗങ്ങൾ കാണാം. ഈ പാറ പൊട്ടിച്ചെടുത്ത സ്ഥലത്ത് നിന്നാണ് പാറകളൊക്കെ എടുത്ത് ഇതേപോലെ ഇങ്ങനെ വരികളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ നിർമ്മിച്ചിട്ടുള്ള എല്ലാ നിർമ്മിതികളുടെയും പാറകളെല്ലാം ഇവിടെ നിന്ന് തന്നെയാണ് അവർ പൊട്ടിച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ വാഴച്ചാലിൽ നിന്ന് അതിരപ്പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ കണ്ട വേറൊരു കാഴ്ചയാണിത്.
മുളംകൂടിൻ്റെ ഉള്ളിൽ ഒരു ഇരിപ്പിടങ്ങളൊക്കെ നല്ല ഭംഗിയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇരിപ്പിടം തന്നെയാണത്. ഇത് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വടി വെച്ച് കെട്ടിയതൊന്നുമല്ല. എന്തായാലും ഇവിടെ വന്നിട്ട് സുഖമായിട്ടിരിക്കാം. ഇവിടെ വന്നിട്ട് ഇരുന്നിട്ടുള്ള ആൾക്കാർ അവരുടെ പേരുകളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രണയിക്കുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. ലവ് ഒക്കെ ഉണ്ട്. 22/1/2023. ദൈവമേ, അന്ന് വന്നിട്ടുള്ള പിള്ളേരാണോ? ഇതെന്താ ഗൗതം കാർത്തിക് 2020, 2023, 25 വന്നിട്ടില്ല പിള്ളേരെ. ഓ, കുറേ ലവേഴ്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഭരതാണല്ലേ, ശരത്തല്ലേ, സുജിൽ പ്രിയ. അവരുടെ ലവറുടെ പേരും കൂടി എഴുതി വെച്ചിട്ടുണ്ട്. നല്ല രസമല്ലേ? നമുക്കാണ് ഇങ്ങനെ എഴുതിയേക്ക് ഒരു പേര് പോലും ഇല്ല. സനോജ്, ഫാത്തിമ 2022. വാ, കൊള്ളാലോ. ഇതിനൊക്കെ ഒരു യോഗം വേണം സത്യം പറയുകയാണെങ്കിൽ. യോഗം ഇല്ലാത്തവൻ ഇങ്ങനെ ബൈക്ക് ഓടിച്ച് ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ കറങ്ങി നടക്കും. യോഗ ഉള്ളവർ ഇതേപോലെ ഇങ്ങനെ എഴുതി വയ്ക്കും അല്ലേ? അല്ല പിന്നെ തിരുന്നൊരു ആലംബമായി കാൽവരിയിലെ വട്ടേപ്പ ഉണ്ടെങ്കിൽ തായോ. ഇതാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ പ്രവേശന കവാടം. ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബസ് വരെ എത്തും. അപ്പോൾ ബസ്സിൽ വരുന്നവർക്ക് ബസ്സിൽ വന്നിട്ട് എവിടെ നിന്നിറങ്ങി വെള്ളച്ചാട്ടമൊക്കെ കാണാവുന്നതാണ്. കാർ തന്നെ വേണമെന്നില്ല, ട്രിപ്പ് തന്നെ വരണമെന്നില്ല. ചാലക്കുടിയിൽ നിന്നൊക്കെ ബസ് കിട്ടും. അപ്പോൾ ബസ്സിൽ വന്നിട്ടും കാണാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ബസ്സിൽ വന്നിട്ടും കാണാം. ഏകദേശം സമയം 5:30 സമയം. ഈ 5:30 സമയത്തും ഇവിടെ ഞായറാഴ്ച പ്രൈവറ്റ് ബസ് അവൈലബിൾ ആണ് എന്ന് അറിയിക്കുന്നു. ഓക്കെ, ഇനി ബസ്സില്ലാത്തതിൻ്റെ പേരിൽ ഒരാളും ടൂറിന് വരാതിരിക്കണ്ട കേട്ടോ. ഇവിടെ പല സ്ഥലങ്ങളിലെ വന്യജീവികൾ വരുന്ന സ്ഥലമാണ്, സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ പല സ്ഥലങ്ങളിലെ പല ബോർഡുകളും വെച്ചിട്ടുണ്ട്. അതായത് എലിഫൻറ്റ് ക്രോസിംഗ് സോൺ, അതേപോലെ തന്നെ വന്യജീവി ആക്രമണമുള്ള സ്ഥലം, വൈകുന്നേരങ്ങളിലും രാത്രി സഞ്ചാരം ഉള്ള ആൾക്കാരും അതേപോലെ തന്നെ പ്രദേശവാസികളും ശ്രദ്ധിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പല ബോർഡുകളും വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, ഇവിടെ സ്ഥിരമായിട്ട് കാട്ടാനകൾ ഇറങ്ങുന്ന സ്ഥലമാണെന്ന്. പുലികളൊക്കെ വലിയ കാര്യമായിട്ടൊന്നും അങ്ങനെ വന്നിട്ടില്ല. ഇടയ്ക്കൊക്കെ വന്നിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പേപ്പറിൽ ന്യൂസിലൊക്കെ കാണാമല്ലോ, വെറ്റിലപ്പാറയിൽ പുലി ഇറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട്. വെറ്റിലപ്പാറയിൽ വളർത്തുമൃഗങ്ങളെ കടിച്ചു കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാണാമല്ലോ. കൂടുതലും ആന ഇറങ്ങി ആക്രമണങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ ഒരു പ്രദേശങ്ങളിൽ കുറേ ബോർഡുകൾ കണ്ടു. അതായത് സ്ഥലം വിൽപ്പനയ്ക്ക്, 95 സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡുകളുണ്ട്. ഇനി അത് റിയൽ എസ്റ്റേറ്റ് ആൾക്കാർ വിൽക്കുന്നതാണോ എന്നറിയില്ല. അതല്ല, ഇനി ഇവിടെയുള്ള ആൾക്കാർ, മലയോര കർഷകർ അവരുടെ സ്ഥലങ്ങൾ വിറ്റ് പോകുന്നതാണോ എന്നറിയില്ല. വന്യജീവി ആക്രമണം പണ്ടത്തേക്കാളും ഒരുപാട് കൂടുതൽ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അത് കാരണം അവരുടെ നിലവിലുള്ള ഭൂമി ഇവിടെ നിന്ന് വിറ്റ് അവർ പോകാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. പട്ടി ഇതേ പോണ് ബ്ലാവിന്റെ കുട്ടി എന്നാണ് ബ്ലാവന്ന പട്ടിന്നല്ല ആന. അതെ, മരം കുലിക്കണ് ഇതേ നോക്കിയേ. അത് വന്ന കാരണമായിരിക്കും ഇത് ഇങ്ങനെ കുലിക്കുക. ഇതേ നിൽക്കണേ മതി
ഒന്നൊന്നല്ല, 4-5 ഉണ്ട്. അങ്ങനെ ഓൾ കേരള ട്രിപ്പിൻ്റെ ആദ്യത്തെ ഒരു എപ്പിസോഡ് ഇവിടെ അതിരപ്പള്ളിയിൽ വെച്ചിട്ട് തുടങ്ങുകയും ചെയ്തു, വിജയകരമായിട്ട് അവസാനിക്കുകയും ചെയ്തു. അങ്ങനെ അതിരപ്പള്ളി കുറേ കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ വീണ്ടും തുമ്പൂർ മൊഴിക്ക് പോകുന്ന വഴിയിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇന്നത്തെ ഒരു വ്ളോഗ് അവസാനിപ്പിക്കുക എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അങ്ങനെ കുറേ നടന്നു, കുറേ വണ്ടി ഓടിച്ചു. അതിരപ്പള്ളിയിൽ ഒരുവിധം കുറേ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇറങ്ങി, പറ്റാവുന്ന സ്ഥലങ്ങളിലൊക്കെ വീഡിയോ എടുത്തു. അപ്പോൾ ഓൾ കേരള ട്രാവൽ വ്ളോഗിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് ഇവിടെ നിന്ന് തുടങ്ങുകയും ചെയ്തു, ഇവിടെ തന്നെ അവസാനിപ്പിക്കുകയും ചെയ്യണം. അപ്പോൾ ഇത് കണ്ടിട്ടുള്ള എല്ലാ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതേപോലെ തന്നെ ഇനി ഇതേപോലെ വീഡിയോസ് ഉണ്ടായിരിക്കും, പക്ഷേ അത് എന്നാണ് എന്നെനിക്ക് പറയാൻ കഴിയില്ല. ഈ ഓൾ കേരള ട്രാവൽ വ്ളോഗ് അത് എന്നാ അവസാനിക്കുന്നു എന്നും എനിക്ക് പറയാൻ കഴിയില്ല. കാരണം 14 ജില്ലകൾ കറങ്ങണ്ടേ, ഇനി 13 ജില്ലകളും കൂടി കറങ്ങണം. അതിന് എന്നും നമുക്ക് അതേപോലെ പോകാൻ പറ്റും എന്നെനിക്കറിയില്ല. സോ എല്ലാ ജില്ലകളിലും പോകണം എന്നൊരാഗ്രഹമുണ്ട്. ഞാൻ ഇവിടേക്ക് ഇങ്ങോട്ട് വരുമ്പോഴേ ഇവിടെ ഇങ്ങനെ ചാലക്കുടി പുഴയിൽ കുറേ ആൾക്കാർ കുളിക്കുന്നൊക്കെ കണ്ടു ഞാൻ. അപ്പോൾ എന്തായാലും തോർത്തുകൊണ്ടൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് കുളിക്കാമെന്ന് കരുതുന്നു. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇരുട്ട് വീഴുന്നതിന് മുമ്പ് തന്നെ ഒന്ന് കുളിച്ചിട്ട് പിന്നെ അവിടെ നേരെ വീട്ടിലേക്ക് പോകണം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. ഇതാണ് പാലത്തിൻ്റെ അടിവശം. ഇവിടെ എവിടുന്നെങ്കിലും കുളിക്കാം. വീഡിയോ ഒക്കെ എടുത്തിട്ട് അതിരപ്പള്ളിയിൽ നിന്ന് ചാലക്കുടി പുഴയിൽ കുളിച്ചിട്ട് വരുമ്പോൾ നേരെ അത്യാവശ്യത്തിന് വൈകി. ഏകദേശം ഇങ്ങനെ ഇരുട്ടൊക്കെ പടർന്നു. പക്ഷേ ടൂറിസ്റ്റുകളൊന്നും പോയിട്ടൊന്നുമില്ല. കുറേ വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ എൻ്റെ വലത് സൈഡിൽ കാണുന്നത് ഡീപ്പ് ഫോറസ്റ്റാണ്. അപ്പോൾ ഇവിടെ ഫെൻസിങ് ഒക്കെ ഉണ്ട്. അതായത് കറണ്ടിൻ്റെ ആ കമ്പികൾ അങ്ങനെ കാണിച്ചിട്ടുണ്ട്. അതിലൂടെ കറണ്ട് പോകുന്നുണ്ട്. ചില സമയത്ത് അതൊക്കെ ഷോർട്ടായിട്ട് ഇങ്ങനെ പൊട്ടുന്ന സൗണ്ടും കേൾക്കുക, തീപ്പൊരി ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ സ്പാർക്ക് വരുന്നതും കാണാൻ പറ്റും. അത്യാവശ്യം വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ജനവാസ മേഖലയുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. ഈ ഒരു ഭാഗത്ത് ആളുകൾ താമസിക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഞാൻ വന്നു പോയ സ്ഥലത്തൊക്കെ കുറേ ആളുകൾ വീടുകളായിട്ട് താമസിക്കുന്നുണ്ട്. വലിയ വലിയ വീടുകളാണ്.